ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂഫിക്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മാസ്റ്റർ ഡിഗ്രി, ഒരു MA കോഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് MSc ENV എൻവിറോൺമെൻറ്റൽ സയൻസ്, മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ എൻവിറോൺമെൻറ്റൽ എന്ന കോഴ്സിനെ കുറിച്ചിട്ടാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. ഈ ഒരു കോഴ്സ് 2 ഇയർ പ്രോഗ്രാമാണ്, PG പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ മാക്സിമം ഡ്യൂറേഷൻ വരുന്നത് 4 ഇയർ ആണ്. ഇംഗ്ലീഷിലാണ് ഇത് പഠിക്കേണ്ടത്. സ്പെഷ്യലൈസേഷൻ വരുന്നത് എൻവിറോൺമെൻറ്റൽ സയൻസിലായിരിക്കും നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ കിട്ടുക. ഡിസ്റ്റൻസ് ആയിട്ട് വീട്ടിലിരുന്നോ ജോലി സ്ഥലത്ത് നിന്നുകൊണ്ടോ നിങ്ങൾക്കിത് പഠിക്കാവുന്നതാണ്. ഇഗ്നോയുടെ സ്കൂൾ ഓഫ് ഇൻ്റർ ഡിസിപ്ലിനറി ആൻഡ് ട്രാൻസ് ഡിസിപ്ലിനറി സ്റ്റഡീസിൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സാണിത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനാണ്, വായിച്ചു നോക്കാവുന്നതാണ്. ഈ കോഴ്സ് എന്തിനാണ്, ഈ കോഴ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ചെറുതായിട്ട് പറഞ്ഞാൽ നമ്മൾ എൻവിറോൺമെൻറ്റിനെ കുറിച്ചിട്ടും അതുപോലെ നമ്മളെ പൊല്യൂഷൻസിനെ കുറിച്ചിട്ടും എയർ വാട്ടർ സോയിൽ പൊല്യൂഷൻസിനെ കുറിച്ചിട്ടും അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ എർത്തിൻ്റെ ഫിസിക്കൽ കെമിക്കൽ ബയോളജിക്കൽ പ്രോസസ് ഓഫ് ദ എൻവിറോൺമെൻറ്റ്, അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു കോഴ്സാണിത്. അപ്പോൾ അത്തരം സബ്ജക്റ്റുകളെ കുറിച്ച് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാവുന്നതാണ്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഓഫ് സയൻസ് വിഷയങ്ങളിലുള്ള ഒരു ഡിഗ്രിയാണ് ചോദിക്കുന്നത്. അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചറൽ സയൻസിൽ, ഫോറസ്ട്രിയിൽ, വെറ്റിനറി സയൻസ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, എല്ലാതും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ വേണം ഈ ഒരു ഡിഗ്രി എടുക്കേണ്ടത്. ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 8700 രൂപയാണ്. പ്ലസ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീ എന്ന് പറഞ്ഞാൽ 300, 400, അങ്ങനെ 700 രൂപ. അപ്പോൾ 8700 കൂടി 700 കൂട്ടിയാൽ 9400 രൂപയാണ് ഫസ്റ്റ് ഇയർ പേയ്മെൻ്റ് ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക. സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾ 8700 മാത്രം അടച്ചാൽ മതി. ഇനി പുസ്തകം വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 8700 നിന്നും 15% ഡിസ്കൗണ്ട് കിട്ടും. പുസ്തകം ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക, ഈ ഒരു കോഡും ഈ ഒരു പേരും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കോഴ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ്. കോഴ്സിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റും കിട്ടേണ്ട ക്രെഡിറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് MEV 11 ഫണ്ടമെൻ്റൽസ് ഓഫ് എൻവിറോൺമെൻറ്റൽ സയൻസ് ആൻഡ് എക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ മുതൽ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ, ഇത് സെമസ്റ്റർ വൈസിട്ടാണ് പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സെമസ്റ്ററിലോ അല്ലെങ്കിൽ ഇയറിലോ എക്സാം എഴുതാം ഒരുമിച്ച്. ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ഒരുമിച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാം, അല്ലെങ്കിൽ ഓരോ സെമസ്റ്ററായിട്ടും നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ ഓരോ സെമസ്റ്ററിലും നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെൻറ്ററിൽ വെച്ചിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. മാർക്ക് നൽകുന്നു സ്റ്റഡി സെൻറ്റർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റഡി സെൻറ്റർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ 4 തിയറി എക്സാംസും 4 അസൈൻമെൻറ്റും സബ്മിറ്റ് ചെയ്യുക. സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾ ഏകദേശം 5 സബ്ജക്റ്റുകളുണ്ട്. ഇത് 4 എണ്ണമാണ്. 5-മത്തേത് നിങ്ങൾ ഇലക്റ്റീവ് സബ്ജക്റ്റാണ്, അത് നിങ്ങൾ ചൂസ് ചെയ്യണം. ഏതൊക്കെയാണ് ഇലക്റ്റീവ്? ഇത്രയും ഇലക്റ്റീവ്സ് ആണുള്ളത്. 1 2 3 4 5 6 7 9 ഇലക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 9 ഇലക്റ്റീവ്സിൽ നിന്നും സെക്കൻഡ് സെമസ്റ്ററിൽ ഒരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യണം 4 ക്രെഡിറ്റ്സിൻ്റെ. അപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ നമ്മൾ എക്സാം എഴുതുന്നു, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നു, സെക്കൻഡ് സെമസ്റ്ററും കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇയറിലോട്ട് നമ്മൾ റീരജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. തേർഡ് സെമസ്റ്ററിൽ 3 സബ്ജക്റ്റുകൾ കമ്പൽസറി ആയിട്ട് വരുന്നുണ്ട്. അതിൽ എൻവിറോൺമെൻറ്റൽ സയൻസ് ലാബ് കോഴ്സ് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഇത് വരുന്നുണ്ട്, ലാബ് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് സ്റ്റഡി സെൻറ്റേഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നൽകുന്നതാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ലാബ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എക്സാമിന് തയ്യാറെടുക്കേണ്ടത്, എന്തൊക്കെയാണ് കണ്ടൻറ്റ് എന്നുള്ളതൊക്കെ നമ്മുടെ സ്റ്റഡി സെൻറ്റേഴ്സാണ് ഡീൽ ചെയ്യുന്നത്. അവർ നിങ്ങളെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ മെയിൽ വഴിയോ മെസ്സേജ് വഴിയോ നിങ്ങൾ അറിയിക്കുന്നതാണ്. ഇലക്റ്റീവ് കോഴ്സസ് ചൂസ് ചെയ്യണം. ഇവിടെ നിന്ന് ഈ ഇലക്റ്റീവ് സബ്ജക്റ്റിൽ നിന്ന് ചൂസ് ചെയ്യണം. സപ്പോസ് നിങ്ങൾ 4 ക്രെഡിറ്റ്സിൻ്റെ ഒരു ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് ചൂസ് ചെയ്യാം ഈ സെക്കൻഡ് സെമസ്റ്ററിൽ, അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഇനി തേർഡ് സെമസ്റ്ററിൽ. അപ്പോൾ ഇനി 4th സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ഇവിടെ 8 ക്രെഡിറ്റ്സിൻ്റെ പ്രൊജക്റ്റാണ് വരുന്നത്. 8 ക്രെഡിറ്റ് പറഞ്ഞാൽ 2 സബ്ജക്റ്റിനോട് തുല്യമായി 4 എന്ന് പറയുമ്പോൾ. അപ്പോൾ 8 ക്രെഡിറ്റ്സിനുള്ള ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്യേണ്ടി വരും. പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം, അതിനെന്തെല്ലാം സപ്പോർട്ടുകൾ കിട്ടും, എവിടുന്ന് കിട്ടും എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ
2 സബ്ജക്റ്റുകളാണ് നിങ്ങൾ ഇലക്റ്റീവ്സിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്ക് അർബൻ എൻവിറോൺമെൻറ്റോ അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസോ ഇതിൽ ഏത് വേണമെച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം തിരഞ്ഞെടുക്കാം 2 എണ്ണം. അപ്പോൾ അങ്ങനെ നിങ്ങളെ 4th സെമസ്റ്ററും കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എൻവിറോൺമെൻറ്റൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സ് പൂർത്തീകരിച്ചു നിങ്ങൾ 2 വർഷം കൊണ്ട്. ഇനി 2 വർഷം കൊണ്ട് കഴിഞ്ഞില്ല, 3-ാം വർഷം അല്ലെങ്കിൽ 4-ാം വർഷം, ഇങ്ങനെ 4 വർഷം നിങ്ങൾക്ക് വാലിഡിറ്റി അപ്ഡേറ്റ് ചെയ്യുന്നത് തരുന്നതാണ്. അപ്പോൾ ടോട്ടൽ 4 വർഷം കൊണ്ട് മുഴുവനായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം, ആദ്യം മുതൽ വീണ്ടും രജിസ്റ്റർ ചെയ്യണം. ഏതെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ഏത് സ്റ്റഡി സെൻറ്ററിലാണ് കേരളത്തിൽ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ റീജിയൻ സെൻറ്ററും അതുപോലെ സ്റ്റഡി സെൻറ്ററും മാറി മാറി കൊടുത്തിട്ടുണ്ട്. റീജിയൻ സെൻറ്ററും സ്റ്റഡി സെൻറ്ററും എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരം, ട്രിവാൻഡ്രത്ത് മാത്രമേ ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ മാത്രമേ കോളേജസ് ഉള്ളൂ. അതെന്താ DB പമ്പ കോളേജ് പത്തനംതിട്ട, ഇഗ്നോ റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രം, അതുപോലെ മാർ ഇവാനിയസ് കോളേജ് ട്രിവാൻഡ്രം. ഈ 3 കോളേജുകളിൽ മാത്രമേ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാസർഗോഡ് നിന്ന് തിരഞ്ഞെടുക്കുന്ന കുട്ടി, അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ ഈ ഒരു കോഴ്സ് ചെയ്യേണ്ട കുട്ടി ഈ തിരുവനന്തപുരത്ത് ഈ ഒരു കോളേജിൻ്റെ അണ്ടറിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അവർ ഈ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ ഈ ഇയർലിയോ അല്ലെങ്കിൽ സെമ്മിലോ ഈ ഒരു കോളേജിലേക്ക് പോവേണ്ടത് ആവശ്യമായിട്ട് വരും. അപ്പോൾ ശ്രദ്ധിക്കണം. കോഴ്സ് എടുക്കുന്നവർ അത് മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ പ്രാക്ടിക്കലിന് ഈ ഒരു സെൻറ്ററിലേക്ക് പോവേണ്ടി വരും. പക്ഷേ എക്സാംസ് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലകളിൽ തന്നെ 3-4 സെൻറ്റേഴ്സ് അവൈലബിൾ ആവും. അതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാംസ് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് ചുരുക്കി പറയാനുള്ള. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. രജിസ്റ്റർ ചെയ്ത് തരുവാനും ഇതിൻ്റെ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനും ഇഗ്നോയുടെ ഡെയിലി അപ്ഡേറ്റ്സ് അറിയിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാനും നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് കണക്ട് ചെയ്താൽ ഇതെല്ലാം നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും രജിസ്ട്രേഷൻ എക്സാം രജിസ്ട്രേഷൻ ഇതെല്ലാം ചെയ്ത് നൽകുന്നതാണ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി. അപ്പോൾ ഈ വീഡിയോ കണ്ടതിൽ താങ്ക് യു.